ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ കാടൻ കാഴ്ചയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. കാടിനെ സ്നേഹിക്കുന്ന ഏവർക്കും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാവുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ചിമ്മിനി. നിരവധി ട്രക്കിംഗ് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഫുൾ ഡേ ട്രക്കിംഗ് വരുന്ന ക്ലൈമറ്റ് വാക്ക് എന്ന് പറയുന്ന ട്രക്കിംഗ് പ്രോഗ്രാം നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു 13 കിലോമീറ്ററോളം വരുന്നുണ്ട്. രാവിലെ 7:30 ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഹിൽ ക്ലൈംബൊക്കെ ചെയ്ത് വ്യൂ പോയിൻ്റ് കണ്ട് തിരിച്ചിറങ്ങി റിസർവോയറിൽ ഒരു കൊട്ടവഞ്ചി സവാരിയൊക്കെ നടത്തി ഒന്ന് കറക്കമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നടാവേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാലോ. അങ്ങനെ നമ്മൾ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് നേരത്തെ ആയിപ്പോയി എത്തിയത്. നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്താനുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്തി നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ട്രക്കിംഗ് സ്പോട്ടിലോട്ട് പോകുന്നവരാണ് ഈ മലയണ്ണാനെ കാണുന്നത്. മെയിൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ യാത്രയുണ്ട് ട്രക്കിംഗ് സ്പോട്ടിലോട്ട് എത്താൻ. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്പോട്ടിലെത്തി. ഇത് ചിമ്മിനി ഡാമിൻ്റെ റിസർവോയറാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡാമിൻ്റെ ചുറ്റും അടിപൊളി സീനറിയാണ് കേട്ടോ. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് വീഡിയോയിൽ ആ ഒരു ഭംഗി കിട്ടില്ല. പ്രധാനമായിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണ് വൈൽഡ് സൈറ്റ് എന്തെങ്കിലും കാണുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാട്ടിൻ്റെ പ്രകൃതി നമ്മൾ കുറച്ച് ആസ്വദിക്കുക. ആ അടിസ്ഥാനത്തിൽ നമ്മൾ പോകുമ്പോൾ വളരെ നിശബ്ദരായിട്ട് ഗൈഡുകൾ പറയുന്ന കാര്യങ്ങളനുസരിച്ച് വളരെ ശ്രദ്ധാലുവായിട്ട് നമ്മളെല്ലാം നിരീക്ഷിച്ച് ആ രീതിയിലായിരിക്കണം പോകാൻ. വളരെ കണ്ണിങ്ങായിരിക്കണം. നമ്മൾ കാട്ടിലോട്ട് കയറുമ്പോഴത്തേക്കിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ ഒച്ചപ്പാടും ബഹളവും വെച്ച് അലമ്പുണ്ടാക്കി പോകാനായിട്ട് ശ്രമിക്കരുത്. മാക്സിമം സൈലൻ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. ഗൈഡുമാർ തരുന്ന നിർദ്ദേശം അത് അപ്പാടെ അനുസരിക്കുക. മൃഗങ്ങളെ വല്ലതും കണ്ടാൽ ബോണസായിട്ട് കരുതുക. അല്ലാത്ത പക്ഷം കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് സൈലൻ്റായിട്ട് തന്നെ പോയി തിരിച്ചു വരാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ട്രക്കിങ്ങിൽ നമ്മളുടെ കൂടെ 3 ഗൈഡുമാരും ഒരു ബീറ്റ് ഓഫീസറുമാണ് ഉണ്ടാവുക. ഇത് പണ്ടുകാലത്ത് ആനയെ പിടിക്കാൻ ഉപയോഗിച്ച വാരിക്കുഴിയാണേ. നമ്മളുടെ ട്രക്കിങ്ങിൻ്റെ ടെറൈൻ ഇനി ചേഞ്ച് ആകുവാണേ. നമ്മൾ ഇത്രയും നേരം നടന്നത് മനുഷ്യന്മാർ തന്നെ നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയ വനത്തിലൂടെയായിരുന്നു. ഇനിയിപ്പം സ്വാഭാവിക വനത്തിലോട്ട് നമ്മൾ കയറുവാണേ. സെക്ഷൻ വരുന്നത് വെള്ളിക്കുളങ്കര കോടാലി അങ്ങനെ സെക്ഷനാണ് വരുന്നത്. പല കാടുകളായിട്ട് ചുറ്റി കിടക്കുന്ന കാടാണ് നമ്മൾ ചിമ്മിനിയുടെ. ഈ ചിമ്മിനി അതിർത്തിൽ കണക്ഷൻ ഉണ്ട്. സെൻറ്റർ നെല്ലിയാമ്പതിയാണ് അത് കണക്ഷൻ ഉണ്ട്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പീച്ചി ഡാം, മംഗല ഡാം ഇതൊക്കെ സൈറ്റിങ്ങാണ്. ഈ സൈഡ് പിന്നെ ഒരു സ്ഥലം വിട്ടുപോയി ഞാൻ, പറമ്പിക്കുളം. എല്ലാ കാടും കണക്ട് ചെയ്ത് കിടക്കുന്ന ഇതാണ് നമ്മുടെ ചിമ്മിനി കാടുകൾ. അപ്പോൾ എല്ലാവർക്കും ഇത് നമ്മളിപ്പോൾ നടക്കുന്നത് നമ്മുടെ ബൗണ്ടറി, ചിമ്മിൻ ഡാമിൻ്റെ ബൗണ്ടറി കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇങ്ങനെ മല ചുറ്റി നമ്മൾ ചെറുകുടികളൊക്കെ ഇറങ്ങി വരും. ഇത് ബൗണ്ടറിയാണ്. അപ്പോൾ അപ്പുറത്തെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ചിമ്മിൻ ഡാമിലത്തെ കാടുകൾക്ക് തീ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുൻകരുതൽ എടുക്കുന്നതാണ് ഈ ഫയർ ലൈൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പുറത്തെ ഏരിയയിൽ നിന്ന് നമ്മുടെ ഏരിയയ്ക്ക് തീ കിടക്കില്ല. തൂങ്ങി കിടക്കുന്ന വരെ ഉണ്ടാവും. ഇത് താഴെ വരെ ഉണ്ടാവുന്നതുകൊണ്ട് ഈ ആമകളൊക്കെ ഇല്ലേ, ഈ പഴം വന്ന് കഴിക്കും. ഇത് മൂട്ടിപ്പഴത്തിൻ്റെ വരുന്നത്. മലയാളത്തിൽ നമ്മളിതിനെ കുഴിമണ്ടിലി എന്നൊക്കെ പറയും. പക്ഷെ ഇത് കടിച്ചിട്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മളങ്ങനെ നടന്ന് ഫസ്റ്റ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തിയേ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് വരണ്ട് കിടക്കുമായിരുന്നു. എന്നാൽ പോലും ആ ഡാമിൻ്റെ റിസർവോയറിൻ്റെ അവിടുത്തെ ഒരു കാഴ്ച നിങ്ങൾ തന്നെ കണ്ടു നോക്കട്ടോ.
സെക്കൻഡ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കിന് ഇവിടെ നമ്മൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. തേർഡ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ കുറച്ച് നേരം കൂടുതൽ വിശ്രമിച്ചിട്ടൊക്കെയാണ് പോയത്. എല്ലാവരും സ്നാക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് എന്നിട്ടൊക്കെയാണ് പോയത്. നമ്മളിനി മല ഇറങ്ങി തുടങ്ങാൻ പോവുകയാണ്. അന്നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഗൈഡ് പറയുന്നത്. കരിയിലൊക്കെ വീണ് കിടക്കുകയല്ലേ, അപ്പോൾ അതിനിടയിൽ കല്ലൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഒരു കാല് നമ്മൾ ചവിട്ടി ഉറപ്പിച്ച് സ്റ്റേബിളായതിനു ശേഷം മാത്രം അടുത്ത കാലെടുത്ത് വെച്ച് നടക്കുക. അതുപോലെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഒരാൾ വീണാലും അത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മുൾമുനയുടെ ഇതിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. അഞ്ഞൂറ് വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു മരമാണ്. അങ്ങനെ നമ്മൾ മലയെല്ലാം ഇറങ്ങി താഴെ എത്തി. ഇത് നേരത്തെ ഗസ്റ്റുകൾക്ക് താമസിക്കാൻ കൊടുത്തിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും ഇല്ല. ഇവിടെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റായിരുന്നേ. ഇവിടുന്ന് വലത്തോട്ട് ഇതുപോലൊരു വഴി കിടപ്പുണ്ട്, ഒരു കുഞ്ഞു വഴി. ആ വഴി നേരെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിലാണ് എത്തുക. അപ്പോൾ അവിടെ ഇരുന്നുള്ള കാഴ്ചകളൊക്കെ സൂപ്പറാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽസ് വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നല്ല ഭാഗ്യമായതുകൊണ്ട് ഒന്നിനും കണ്ടില്ല. അവിടെ പോയി ഷെയ്ഡിനടിയിൽ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പോയത്. എല്ലാവരും പോയി ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി അത് കഴിഞ്ഞിട്ടാണ് പോയത്. ഇവിടെ നിന്നുള്ള കാഴ്ച സൂപ്പറാണ് കേട്ടോ. നമ്മളെ ട്രക്കിംഗ് ഇവിടെ തീരുവാണ്. ഇനിയിപ്പോൾ ഒരു കൊട്ടവഞ്ചി സവാരിയും കൂടെ ചെയ്യാനുണ്ട്. അതിന് മുമ്പേ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. ലഞ്ച് കഴിക്കാൻ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ പോകാനായിട്ടുണ്ട്. അവിടെ ചെന്ന് ലഞ്ച് കഴിച്ച് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൊട്ടവഞ്ചി സവാരി നടത്തുന്നത്. ഇനി ട്രക്കിംഗ് പാക്കേജിനെ പറ്റി ഒരു ഡീറ്റെയിൽ പറയാം. കേരള ട്രക്കിംഗ് എന്ന ടീമിൻ്റെ പാക്കേജ് എടുത്താണ് ഞാൻ വന്നത്. 1899 രൂപയായിട്ടുണ്ട്. ഇതിനകത്ത് ഈ ട്രക്കിങ്ങും കൊട്ടവഞ്ചി സവാരിയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇത്ര ഇൻക്ലൂഡ് ആയിരുന്നു. പിന്നെ സ്വന്തം വണ്ടിക്കല്ലാതെ വരുന്നവർ, നമ്മൾ സ്വന്തം വണ്ടിക്കാണ് വന്നത്, അതല്ലാതെ ബസ്സിനോ ട്രെയിനിനോ ഒക്കെ വരുന്ന ആൾക്കാരായിരുന്നുണ്ടെങ്കിൽ അവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രാവലറും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. നടത്തമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പം ട്രാവലർ വന്ന് അതേ കയറി നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോകണേ. അതിനുശേഷം നേരെ കൊട്ടവഞ്ചി. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിപ്പം കൊട്ടവഞ്ചി സവാരി ഉള്ളിടത്ത് എത്തിയേ.
ഓണലൊക്കെ ഇരിക്കും. മറ്റേ വേറെ ചിങ്സ് ഇവിടെ ഇട്ട് കറക്കി പ്രായോറിറ്റി പോകണം. പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറക്കി വരും. പ്രായോറിറ്റി പോകണം. അവർ അധികം കൊണ്ടുപോയില്ലേ? എല്ലാവരും ഇതുപോലെയാണല്ലേ? അങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നിട്ട് ഇട്ട് കറക്കും. എല്ലാവർക്കും ഓരോ സമയമുണ്ടല്ലോ, അങ്ങനെ നമ്മളുടെ സമയവും വന്നെത്തിയിട്ടുണ്ട്. നമ്മൾ കറങ്ങാൻ പോവുകയാണ്. ഞാൻ വെള്ളത്തിൽ പോയാലും ഫോൺ പോകരുത്. മതി കേട്ടാ, മതി 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 മതി. കണ്ടുപിടിച്ചതൊന്നും അറിയത്തില്ല. ഇല്ല, കണ്ടുപിടിച്ചിട്ട് കണ്ണടച്ചിരിക്കുന്നു, ജിത്ത് കണ്ണു തുറന്നിരിക്കുന്നു. ഈ പറയുന്നത് ജോൺസീറോ മാത്രമേ ഉള്ളൂ കണ്ണ് അടച്ചിരിക്കുന്നത്. മേലോട്ട് പോയാ പണി പറക്കുന്ന പോലെ. അപ്പം ഈ രണ്ടാമത്തെ കറക്കത്തോടുകൂടി നമ്മൾ ചിമ്മിനിയോട് യാത്ര പറയുകയാണ്. വീണ്ടും ഒരു കാടൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ബായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. തെരെ വിളിക്കരുത്, പോരായ്മകളൊക്കെ ഉണ്ടാവും, അത് ക്ഷമിക്കുക. അപ്പം ശരി, എന്നാൽ ബൈ. കരയുന്നു. ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക.